രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബീഹാറിലേക്ക് തന്നെയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യവും NDAയും നേർക്കുനേർ മത്സരിക്കുമ്പോൾ ആർക്കൊപ്പമായിരിക്കും ബീഹാർ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ. ബീഹാറിന്റെ മണ്ണിൽ NDAയും ഇന്ത്യ സഖ്യവും നേർക്കുനേർ പോരാടുമ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വലിയ മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കടക്കം പങ്കുവെക്കാനുള്ളത്. കാരണം ബീഹാറിൽ NDA ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ, NDAക്ക് പരാജയമുണ്ടായാൽ നിതീഷ് കുമാറും കൂടെയുള്ള ആളുകളും, അതായത് 12 MP-മാർ ജനതാദൾ യുണൈറ്റഡിനുണ്ട്. ഈ MP-മാർ കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു ഭയം BJP ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആവനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്ത് ബീഹാറിൽ ഭരണം പിടിക്കാനുള്ള നെട്ടോട്ടമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച്, കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പണം വാരി എറിഞ്ഞുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ബീഹാറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറി RJD നേതാവ് തേജസ്വി യാദവിന്റെ പിന്തുണയോടുകൂടി ബീഹാറിൽ കാടടച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ബീഹാറിനകത്ത് SIR നടപ്പിലാക്കി കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ, യാദവ ന്യൂനപക്ഷ വോട്ടുകൾ പലതും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും NDAയെയും വേണം ഇപ്പോൾ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് പരാജയപ്പെടുത്താൻ. ലാലു പ്രസാദ് യാദവിന്റെ അഭാവത്തിൽ, അദ്ദേഹം ശാരീരികമായി അവശതകളെ തുടർന്ന് വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മകൻ തേജസ്വി യാദവാണ് ഇപ്പോൾ RJDയെ നയിക്കുന്നത്. മറുഭാഗത്ത് കോൺഗ്രസിന്റെ തേര് തെളിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ ബീഹാറിൽ നേരിട്ട് രംഗത്തിറങ്ങുന്നു. കനയ്യ കുമാറുണ്ട്, മുൻ JNUവിലെ തീപ്പൊരി നേതാവ്. CPIയോട് വിട പറഞ്ഞ് കോൺഗ്രസിലെത്തിയ കനയ്യ കുമാർ ബീഹാർ രാഷ്ട്രീയത്തിൽ തന്റേതായ റോൾ ഉറപ്പിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ വലിയ ഒരു ഗ്ലാമർ പട തന്നെ കോൺഗ്രസിന് വേണ്ടി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തും. ഇന്ത്യ സഖ്യത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തും. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും എല്ലാം കൂടി ചേരുന്ന ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയാണ് ബീഹാറിൽ അർപ്പിക്കുന്നത്. സംഘപരിവാറിന്റെ NDAയുടെ തീവ്രവാദ രാഷ്ട്രീയത്തെ, ജനാധിപത്യ ദംശനത്തെ, വോട്ട് മോഷണത്തെ ബീഹാറിൽ തുറന്നു കാണിക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബീഹാർ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള സുവർണ അവസരമാണ് ബീഹാറിലെ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യ സഖ്യം ക്യാമ്പയിനിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ മുന്നേറ്റവുമായി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ മുൻതൂക്കം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വോട്ടറധികാർ യാത്ര നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും ഒരേപോലെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിക്ക് ബീഹാർ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതായത് രാഹുൽ ഗാന്ധി നടത്തിയ 16 ദിവസത്തോളം നീണ്ട വോട്ടറധികാർ യാത്രയിലൂടെ വലിയ മുന്നേറ്റമാണ് ബീഹാറിൽ അദ്ദേഹം നടത്തിയത്. ബീഹാറിന്റെ മണ്ണ് ഉഴുതുമറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്ര ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും തുണയ്ക്കുമോ? വർഷങ്ങളായി ബീഹാറിൽ അധികാരത്തിന് പുറത്തുള്ള കോൺഗ്രസിന് ഇത്തവണ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സുവർണാവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് രഥം ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് NDA സഖ്യത്തിലെ വിള്ളലുകൾ, NDA സഖ്യത്തിലെ അസ്വാരസ്യം, ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടിയുമായുള്ള ഭിന്നതകൾ, ഇതെല്ലാം NDAക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നു. NDAയെ കേന്ദ്ര സർക്കാരിന്റെ വാരിക്കോരി നൽകിയ ബീഹാറിനെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന് ബീഹാറിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ NDAയുടെ വർഗീയ വിഭജന രാഷ്ട്രീയത്തെ ബീഹാറിന്റെ മണ്ണിൽ ജനാധിപത്യ വിശ്വാസികൾ കുഴിച്ചു മൂടുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമുള്ളത്.